വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ അമ്മയെന്ന് ഇങ്ങനെ ശാലിനി വിളിക്കുമ്പോൾ ശാരദാമ്മ ജനലിൻ്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരമാണ് ശാലിനി പുറത്തേക്ക് ഇങ്ങനെ കാണിക്കുന്ന സത്യാമ്മ വന്ന് നിൽക്കുന്നു. അന്നേരം ശാരദാമ്മ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇതാര് സത്യാമ്മയോ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്, അകത്തേക്ക് വരണമെന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണുവിനെ ഇങ്ങനെ സത്യഭാമ തിരിഞ്ഞു നോക്കുമ്പോൾ ചെല്ല് എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ കൈകൊണ്ട് അങ്ങ് കാണിക്കുമ്പോൾ ശരിയെന്ന് സത്യഭാമ സമ്മതിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. തുടർന്നാണെങ്കിൽ പിന്നെ സത്യഭാമ ഒരു മയത്തിലാണ് സംസാരിച്ച് തുടങ്ങുന്നതൊക്കെ. തുടർന്ന് പറയുന്നുണ്ട്, ശ്യാമയുടെയും രോഹിത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ ശ്യാമയ്ക്കും പപ്പിക്കും രോഹിത്തിനും ഒക്കെ ഒരു ആഗ്രഹം അത് ആഘോഷിക്കണമെന്ന്, എങ്കിൽ പിന്നെ ആഘോഷിച്ച് കളയാമെന്ന് ഞാനും തീരുമാനിച്ചു എന്നിങ്ങനെ സത്യഭാമ പറയുകയാണ്. അന്നേരം ശാലിനി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, അത് നല്ലതാണ്, വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമൊക്കെ ഉണ്ടാവും, പിന്നെ എല്ലാവർക്കും ഒക്കെ ഒത്തുകൂടാമല്ലോ എന്നുള്ളത്. അന്നേരം സത്യഭാമ പറയുകയാണ്, അന്നേരം എല്ലാവരെയും ക്ഷണിക്കുമ്പോൾ ആദ്യം ശാലിനിയെ ക്ഷണിക്കണം, ശാലിനി ഉണ്ടാകണം എന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. എത്ര അകന്ന് നിന്നാലും എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി വന്ന മരുമകളല്ലേ, അങ്ങനെ അകറ്റി നിർത്താനായിട്ട് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ സത്യഭാമയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ശാരദാമ്മയെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതേസമയം ആകെ ടെൻഷനിൽ വിഷ്ണു ഇങ്ങനെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുകയാണ്. സത്യഭാമ അകത്തേക്ക് പോയിട്ട് എന്ത് സംസാരിക്കും എന്നുള്ള ഒരു ടെൻഷനിലാണ് വിഷ്ണു അവിടെ. തുടർന്നാണെങ്കിൽ സത്യഭാമയാണെങ്കിൽ ശാലിനിയുടെ കൈ പിടിച്ച് പറയുന്നുണ്ട്, മോളെ നീ വരണം, നാളെ അവിടത്തേക്ക് വന്നാൽ മാത്രം പോരാ, വിഷ്ണുവിൻ്റെ പെണ്ണായിട്ട് വന്ന് അവിടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുക എല്ലാമൊക്കെ വേണം, ഇനി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കേണ്ടത് നീയാണ് എന്നിങ്ങനെ സത്യഭാമ ശാലിനിയുടെ കൈ പിടിച്ച് പറയുകയാണ്. മോളെ എന്ന് വിളിച്ചാണ് സംസാരിക്കുന്നതൊക്കെ. ശാരദാമ്മ ഇതെല്ലാം നോക്കി ശാലിനിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ എനിക്കും ശാരദാമ്മയ്ക്കുമൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ വിശ്രമം വേണമെന്ന് തോന്നിയാൽ വീട്ടിലെ കാര്യങ്ങൾ മക്കളും മരുമക്കളും ഒക്കെ അല്ലേ നോക്കേണ്ടത്, ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുകയാണ്. അന്നേരവും ശാലിനി ഒന്നും മിണ്ടുന്നില്ല, നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ്. അന്നേരം സത്യാമ്മ ഇരിക്കണം എന്നിങ്ങനെ ശാരദാമ്മ വീണ്ടും പറയുന്നുണ്ട്. അന്നേരവും സത്യഭാമ ഇരിക്കുന്നില്ല, അങ്ങ് സംസാരിച്ച് തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ ശിഷ്ടകാലം മക്കളും മരുമക്കളും ഒക്കെ വാങ്ങിച്ചും വേവിച്ചും ഒക്കെ തരുന്നതും കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം, അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ സത്യഭാമ ഇങ്ങനെ അങ്ങ് വാതോരാതെ സംസാരിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ്, സത്യാമ്മ എന്നെ മൂത്ത മരുമകളായിട്ട് അങ്ങോട്ടത്തേക്ക് ക്ഷണിച്ചതിനും വാക്കാലെ എല്ലാം ഒക്കെ പറഞ്ഞതിനും ഒക്കെ എനിക്ക് നന്ദിയുണ്ട്, പക്ഷേ എന്നെ മാത്രമായിട്ടല്ലല്ലോ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ശാലിനിയുടെ മനസ്സിൽ കഴിഞ്ഞ തവണ വിളിക്കാൻ വന്നപ്പോൾ ഉണ്ടായ സത്യയെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഓർത്ത ശേഷമാണ് ശാലിനി ഇങ്ങനെ ചോദിക്കുന്നത്. അന്നേരം ഞാൻ വിഷ്ണുവേട്ടൻ്റെ പെണ്ണായിട്ട് അങ്ങോട്ടത്തേക്ക് വരുമ്പോൾ എൻ്റെ മകൾ സത്യയും ഒപ്പം ഉണ്ടാകണം, അങ്ങനെയല്ലേ വേണ്ടത് സത്യാമ്മേ എന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയാണെങ്കിൽ ശാലിനി കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അന്നേരം അമ്മ മിണ്ടാതിരിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞാലല്ലേ വ്യക്തമായിട്ട് പറഞ്ഞാലല്ലേ പിന്നെ ഭാവിയിൽ അതോർത്ത് വിഷമിക്കേണ്ടതേ ഉള്ളൂ, അങ്ങനെയല്ലേ വേണ്ടത് സത്യാമ്മ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സത്യഭാമയുടെ ഭാവം അങ്ങോട്ട് മാറുകയാണ്. ഇത് സംസാരിക്കുന്നത് കളക്ടർ ശാലിനിയാണോ അതോ ശാരദാമ്മയുടെ മകൾ ശാലിനിയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം രണ്ടുമല്ല, സത്യഭാമയുടെ മകൻ വിഷ്ണു വിവാഹം ചെയ്തു കൊണ്ടുവന്ന ശാലിനി വിഷ്ണു എന്നും അങ്ങനെ സംസാരിക്കാനാണ്, അങ്ങനെ ആകാനാണ് എനിക്കിഷ്ടം, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണം എന്നിങ്ങനെ പറയുമ്പോൾ എന്നെ അനുസരിക്കുന്ന മരുമക്കളെ മാത്രമേ ഞാൻ കൂടെ നിർത്താറുള്ളൂ, അല്ലാത്തവരെ, എന്നെ അനുസരിക്കാത്തവരെ ഞാൻ രണ്ടടി അകലം പാലിച്ച് അശുദ്ധിയായിട്ട് കാണുന്നവരെ പോലെ മാത്രമേ നിർത്താറുള്ളൂ എന്നിങ്ങനെ ഭാമ പറയുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങിയാൽ നമ്മളെ ഒരിടത്തും എത്തില്ല, ഇങ്ങനെ നീണ്ടു പോകാമെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് സംസാരിക്കുക തന്നെ വേണം, ഇതെൻ്റെ ഭാവിയുടെ കാര്യമാണ്, നാളെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, എല്ലാം വ്യക്തമായിട്ട് സംസാരിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ സത്യഭാമ പറയുകയാണ്, ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാനോ എൻ്റെ മകനോ ഇങ്ങോട്ടത്തേക്ക് വരില്ല, ഞാൻ അനുസരണയോട് കൂടിയാണ് എൻ്റെ മകനെ വളർത്തിയത്, അവൻ അനുസരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും, അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് വന്നത്, പക്ഷേ എല്ലാം അവസാനിപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സത്യം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിനു മുന്നേ ശാരദാമ്മ പറയുന്നുണ്ട്, എങ്ങ് സംസാരിച്ചാൽ നമ്മൾ വഴക്കിലേ എത്തുകയുള്ളൂ, അതുകൊണ്ട് നാളെ നീ അവിടത്തേക്ക് പോ, സത്യം ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുമ്പോഴാണ് ശാലിനി അങ്ങനെ സംസാരിക്കുന്നത്, അത് പറ്റില്ല, ഭാവിയുടെ കാര്യമാണെന്നൊക്കെ. അതിനുശേഷമാണ് ഭാമ പുറത്തേക്ക് ഇറങ്ങുന്നതൊക്കെ. പക്ഷേ ഭാമ അങ്ങോട്ട് വെളിയിലടുത്തേക്ക് സിറ്റൗട്ടിൽ തന്നെ ഇറങ്ങുമ്പോഴത്തേക്ക് വിഷ്ണു അവിടെ നിൽക്കുകയാണ്. വിഷ്ണു പക്ഷേ തിരിഞ്ഞ് ആണ് നിൽക്കുന്നത്, ഭാമ ഇറങ്ങി വരുന്നത് വിഷ്ണു കാണുന്നില്ല. അന്നേരം പക്ഷേ വിഷ്ണുവിനെ കാണുമ്പോൾ ഭാമയുടെ മനസ്സിൽ തലേ ദിവസം രാത്രി കണ്ട സ്വപ്നത്തിൽ വിഷ്ണു ഇങ്ങനെ താഴെ വീണ് കിടക്കുന്ന ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. അന്നേരം പ്രതീക്ഷയോട് നിൽക്കുന്ന വിഷ്ണുവിനോട് ഞാൻ എന്താണ് പറയുന്നത്, ശാലിനി വരില്ല എന്ന് പറയുമ്പോൾ അവനേറെ സങ്കടമാകും. എനിക്ക് എൻ്റെ മകനെ വേണം, അവന് ശാലിനിയും വേണം, ഞാൻ സത്യയുടെ കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാനായിട്ട് പാടില്ലായിരുന്നു, സത്യയും വന്നോട്ടെ, ഇനി അതിൻ്റെ പേരിൽ ഒരു
ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭാമ വീണ്ടും സംയമനമൊക്കെ പാലിച്ചിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുന്നുണ്ട്, ശരി എങ്കിൽ പിന്നെ നാളത്തെ ചടങ്ങിന് സത്യം മാത്രമല്ല ശാരദാമ്മയും വരണം എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അന്നേരം പെട്ടെന്നുള്ള ഭാമയുടെ ഭാവമാറ്റത്തിൽ വീണ്ടും അന്തം വിട്ടവർ ശാരദാമ്മയും ശാലിനിയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വളരെ പ്രതീക്ഷയോട് കൂടിയാണ് പിന്നെ രോഹിത്തും ശ്യാമയും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് ആ ചടങ്ങ് മംഗളകരമാക്കി തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്ന് വിഷ്ണു തിരിഞ്ഞിവിടെ അകത്ത് എന്തായെന്ന് അറിയാനായിട്ട് വിഷ്ണുവിന് ആകപ്പാടെ ഒരു ടെൻഷൻ. വിഷ്ണു ആണെങ്കിൽ ആ മുറ്റത്ത് തന്നെ വാതിലിന് നേരെ വന്ന് നിൽക്കുകയാണ്. ഈ സമയത്ത് വിഷ്ണു കാണുന്നുണ്ട് അകത്ത് ഭാമയാണെങ്കിൽ തൻ്റെ പേഴ്സിൽ നിന്നും പിന്നെ ആ സിന്ദൂരം എടുക്കുന്നുണ്ട്. സിന്ദൂരം ഇങ്ങനെ എടുത്തിട്ട് അത് പിന്നെ ശാലിനിയുടെ സീമന്തരേഖയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതാണ് വിഷ്ണു കാണുന്ന സീൻ. അന്നേരം വിഷ്ണുവിന് ആകെപ്പാടെ സന്തോഷമാവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷ്ണു അങ്ങ് ആകെ സങ്കടമൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് വരുന്നത്. അതൊന്ന് വിഷ്ണു അങ്ങ് മാറിപ്പോകുന്നുണ്ട്. ആ ഒരു സീൻ കാണുമ്പോൾ ഏറെ പ്രതീക്ഷയോട് കൂടിയാണ് വിഷ്ണു നിൽക്കുന്നത്. തുടർന്ന് നാളെ വരണം, നീ പറഞ്ഞതുപോലെ കളക്ടർ ശാലിനിയായിട്ടല്ല സത്യഭാമയുടെ മകൻ വിഷ്ണുവിൻ്റെ പെണ്ണായിട്ട് ശാലിനി വിഷ്ണുവായിട്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. സത്യഭാമയുടെ ആ പെട്ടെന്നുള്ള ഒരു പ്രവൃത്തിയിൽ ശാരദാമ്മയും ആകെ സന്തോഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് സത്യഭാമ പറയുന്നുണ്ട്, എവിടെയും ജയിച്ച് ശീലിച്ചേ ഉള്ളൂ ഈ സത്യഭാമയ്ക്ക് ശീലം. തോൽക്കാനുള്ള മനസ്സ് രണ്ടാമൊന്ന് ആലോചിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതാണ് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് താമസം ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സിന്ദൂരം ഇട്ട് കൊടുത്തതിന് ശേഷമാണ് അങ്ങനെ പറയുന്നതൊക്കെ. ഇതേസമയം അകത്ത് സത്യമാണെങ്കിൽ അച്ഛൻ എന്താ ഫോൺ വിളിക്കാത്തത്, ഇനിയിപ്പോൾ എന്നെ വിളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫോൺ ഓണാക്കുന്നത്, ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ കിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ജോലി സ്ഥലത്ത് ഫോൺ ഉപയോഗിച്ചുകൂടെ, വിളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് വെളിയിലേക്ക് വന്നിട്ട് അകത്തൂടെ തന്നെ വന്നിട്ട് ജനലിൽ കൂടെ നോക്കുമ്പോൾ വിഷ്ണു മുറ്റത്തേക്കുന്ന കാണുകയാണ്. എന്നിട്ട് ബിഗ് ഫ്രണ്ട് ഇതെപ്പോൾ വന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യഭാമയെ ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുന്നത് കാണുന്നുണ്ട്. അന്നേരം ഇവരെന്തിനാ വന്നത് എന്നതൊക്കെ ഇങ്ങനെ ഈ സത്യം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുകയാണ്. ഭാമ വിഷ്ണുവിനോട് പറയുന്നുണ്ട്, വിഷ്ണു ആകെ അങ്ങ് സന്തോഷത്തിലാണ്. വിഷ്ണുവിനോട് പറയുന്നുണ്ട്, അല്പം താന്ന് കൊടുക്കേണ്ടി വന്നെങ്കിലും അവൾ വരും, ശാലിനി വരും, ശാലിനി മാത്രമല്ല സത്യം ശാരദാമ്മയും വരും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് സന്തോഷം കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ട് വിഷ്ണു ആണെങ്കിൽ സത്യാമ്മയുടെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഒരു മുത്തൊക്കെ കൊടുക്കുകയാണ്. സന്തോഷമേ, അവരെല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട്, പക്ഷേ പിന്നെ അവളാണെങ്കിൽ ഇപ്പോഴും എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടില്ല, സത്യയെ കൂടെ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത് അത് നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ സത്യയെ ഇല്ലാതെ അവൾ വരില്ല എന്ന് പറയുകയും ചെയ്തു, അവൾ വന്നോട്ടെ ഞാൻ പറഞ്ഞു, അത് നിനക്ക് വേണ്ടിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതൊരു മംഗള ചടങ്ങല്ലേ അമ്മേ, ഇപ്പം ആര് വന്നാലും എന്താ അവർ വന്നോട്ടെ എന്ന് പറയുമ്പോൾ പക്ഷേ അതിന് എൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി അതൊരു ആവശ്യം തന്നെയാണ്. ആവശ്യമുള്ള എൻ്റെ കാര്യം നിനക്കറിയാമല്ലോ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഈ സത്യഭാമ ശബ്ദം ഉയർത്താറുള്ളൂ, അതെൻ്റെ ഒരു അവകാശമാണ്. അവർ ഒളിക്കുകയാണ്, അവളും അവളുടെ അമ്മയും ഒളിക്കുകയാണ്. നേരും നിറയും ഇല്ലാത്ത കൂട്ടർ തന്നെയാണ് അവരെവിടം വരെ ഒളിക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നിങ്ങനെ സത്യഭാമയും പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനാണെങ്കിൽ ഒന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. വ്യക്തമായ ഉത്തരം ശാലിനി നൽകാത്തിടത്തോളം കാലം ശരി നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം സത്യം വിചാരിക്കുന്നുണ്ട്, ഇനി ഇപ്പോഴെങ്ങാണോ അച്ഛൻ വിളിക്കുമോ, അച്ഛൻ വിളിച്ചാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ലല്ലോ, ഇവരെന്തിനായിരിക്കും വന്നതെന്ന് ചിന്തിച്ച് ഈ കുട്ടിയെ ജനലിൽ കൂടെ നോക്കി നിൽക്കുകയാണ്. പക്ഷെ സംസാരമൊന്നും ഈ കുട്ടിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുമില്ല. ഈ സമയത്ത് ശാലിനിയാണെങ്കിൽ ഇങ്ങനെ മുറ്റത്തേക്ക് ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വിഷ്ണു പെട്ടെന്ന് ശാലിനിയെ കാണുന്നത്. അന്നേരം ശാരദാമ്മയും പുറകെ ഇറങ്ങുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഇറങ്ങി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുമ്പോൾ സത്യഭാമ അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അന്നേരം സത്യ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശാരദാമ്മ അവിടെ സിറ്റ് ഔട്ടിന് അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തുടർന്ന് താൻ വരണം, മോളെയും ശാരദാമ്മയും കൂട്ടി വരണം എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം സന്തോഷത്തോടുകൂടി ശാലിനി ആണെങ്കിൽ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, വിഷ്ണു ശാലിനി തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് സത്യഭാമ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, അവർ വരും, നീ വന്ന് വണ്ടിയിലോട്ട് കയറ് എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് സാമ്യമായിട്ടാണ് പറയുന്നത്. തുടർന്ന് സത്യഭാമ അങ്ങോട്ട് വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ ശാലിനി തന്നെ നോക്കി നിൽക്കുകയാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ശാരദാമ്മയും അവിടെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. വിഷ്ണു പിറ്റേന്ന് ശാലിനി വരുമെന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെ അങ്ങ് കാറിലേക്ക് കയറി പോവുകയാണ്. കാറിലേക്ക് കയറാൻ നേരവും വിഷ്ണു ശാലിനിയെ നോക്കുന്നുണ്ട്. ആകെ സന്തോഷത്തിൽ തന്നെയാണ് അവിടെ ശാലിനിയും വിഷ്ണു. അന്നേരം സത്യ മനസ്സിൽ പറയുകയാണ്, അവർ പോവുകയാണല്ലോ, പിന്നീട് വിളിച്ച് സംസാരിക്കാം എന്നുള്ളത്. അന്നേരം അകത്തേക്ക് കയറിയതും ഈ സത്യഭാമ സംസാരിച്ചതൊന്നും സത്യ കണ്ടില്ല. അവർ ഇവിടെ നിൽക്കുന്നതേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോവുകയാണെന്ന് കുട്ടി വിചാരിക്കുകയും ചെയ്തു.
തുടർന്ന് സത്യമാണെങ്കിൽ വീണ്ടും ഫോണും കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛ ഒന്ന് എന്നെ വിളിക്ക് എന്ന് പറഞ്ഞിട്ട് ഫോണും കൊണ്ട് അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാലിനി അകത്തേക്ക് കയറിയിട്ട് പറയുന്നുണ്ട് അവിടെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ സത്യാമ്മയുടെ മനസ്സ് ഇത്ര പെട്ടെന്നൊന്നും മാറില്ല, ഇങ്ങനെയൊന്നും വിളിക്കാനായിട്ട് വരില്ല എന്ന് പറയും. വിഷ്ണുവേട്ടൻ്റെ നിർബന്ധവും ഇതിൽ പിന്നിലുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴും ഒന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് പോലും അവരിരുന്നില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം അവർക്കത് ചിലപ്പോൾ ഒരു കുറച്ചിലായിട്ട് തോന്നിക്കാണും. ഈ ലോകത്ത് സത്യാമ്മയെ വെല്ലാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നാളത്തെ ഫംഗ്ഷന് പോകണമോ വേണ്ടയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നും കൂടി ശാലിനി പറയുമ്പോൾ പിന്നെ ഈ കാണിക്കുന്ന സ്നേഹമൊന്നും ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണില്ല എന്നിങ്ങനെ ശാലിനി സംശയം പറയുകയാണ്. അന്നേരം പോണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. ഇത് ചിലപ്പോൾ നിനക്ക് വീണ്ടും ആ വീട്ടിലേക്ക് കയറാനുള്ള, നിങ്ങൾക്ക് ഒന്നിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് സത്യയും കൂട്ടി പോണം എന്നിങ്ങനെ പറയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ എന്തായാലും സത്യാമ്മയെ പിരിഞ്ഞിരിക്കാണ്ട് സാധിക്കില്ല, സത്യാമ്മയ്ക്ക് വിഷ്ണുവേട്ടനെ അകറ്റി നിർത്താനും കഴിയില്ല എന്നിങ്ങനെ അവർ തമ്മിലെന്തോ നല്ലൊരു ആത്മബന്ധമുണ്ട് എന്ന് ശാലിനി പറയുമ്പോൾ എന്നോ അമ്മ മകനായിട്ട് ജീവിക്കാൻ അവന് കഴിയില്ലല്ലോ, അവനും വേണ്ടേ ഭാര്യയും കുട്ടികളും ഒക്കെ എന്നിങ്ങനെ ശാരദാമ്മയും പറയുന്നുണ്ട്. തുടർന്ന് നാളെ പോകും, നീ എന്തായാലും സത്യയും കൂട്ടി പോകണം എന്നിങ്ങനെ വീണ്ടും ശാരദാമ്മ പറയുകയാണ്. അന്നേരം നമ്മൾ മാത്രമല്ല, നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അമ്മയും നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് പറയുകയാണ്. അന്നേരം അതൊന്നും പിന്നെ സത്യാമ്മയ്ക്ക് ഇഷ്ടമാവില്ല, എന്തിനാ വെറുതെ എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ വന്ന് എല്ലാവരെയും ചേർത്ത് വിളിക്കില്ലല്ലോ. പിന്നെ നാളത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആരുടേതാണ്? അമ്മയുടെ ഇളയ മകൾ ശ്യാമയുടേതാണ്. അപ്പോൾ പങ്കെടുക്കാനുള്ള കടമ അമ്മയ്ക്കുമുണ്ട് എന്നിങ്ങനെ പിന്നെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ സമ്മതിക്കുകയാണ്. തുടർന്നാണ് സത്യ ഓടിക്കൊണ്ട് വരുന്നത്. എന്തിനാ ബിഗ് ഫ്രണ്ട് സത്യാമ്മയും വന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് കുട്ടി ഓടിക്കൊണ്ട് വരുന്നത്. അന്നേരം മോളെ അവർ കണ്ടായിരുന്നോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ഇല്ല, എന്നെ കണ്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് നാളെ ശ്യാം ആൻറ്റിയുടെയും രോഹിത് അങ്കിളിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അതിന് ക്ഷണിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എപ്പോഴാണ് പോണത്, ഇപ്പോൾ പോകണോ, ഇന്ന് പോകണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇന്ന് എന്തിനാണ് പോണത്, നാളെ അല്ലേ ഫംഗ്ഷൻ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട് അത് പപ്പിയുടെ കൂടെ കളിക്കാൻ വേണ്ടിയാണ് അല്ലേ എന്ന്. അന്നേരം അതേ ഇങ്ങനെ തലവലിക്ക് സമ്മതിക്കുകയാണ്. അന്നേരം നാളെയാണ് പോകുന്നത്, നമ്മൾ 3 പേരും ഒരുമിച്ചാണ് പോകുന്നത്, ചടങ്ങ് കഴിയുമ്പോൾ നമുക്കിനി വരാമെന്ന് പറയുകയാണ്. അന്നേരം അപ്പോൾ തന്നെ വരണോ, കുറച്ച് കഴിഞ്ഞ് വന്നാൽ പോരെ, ബിഗ് ഫ്രണ്ടിനോട് പിന്നെ സത്യയോടും ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വന്നാൽ പോരെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ പറയുകയാണ് ഇപ്പോൾ മോള് പോയി എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ എടുത്ത് വെച്ച് പഠിക്കുമെന്ന് പറയുമ്പോൾ ശരി, അപ്പോൾ നാളെ ഏത് ഡ്രസ്സാണ് ഇട്ടോട്ട് പോകാനുള്ളതെന്ന് ഞാൻ പോയി സെലക്ട് ചെയ്യട്ടെ എന്നും പറഞ്ഞ് കുട്ടി ആകെ സന്തോഷത്തിൽ അകത്തേക്ക് ഓടുകയാണ്. തുടർന്ന് ശാലിനിയോട് വീണ്ടും ശാരദാമ്മ പറയുന്നുണ്ട് ഇതൊരു അവസരം തന്നെയാണ്, നിനക്ക് വീണ്ടും സത്യാമ്മയുടെ മരുമകളായിട്ട് അവിടെ തിരിച്ചു കയറി ചെല്ലാനുള്ളൊരവസരം. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും, അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും ഒരു ജീവിതം കെട്ടിപ്പടുത്തുമ്പോഴേ സമാധാനമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നാളെ മോളെയും കൂട്ടി പോകണം, അപ്പോൾ ഇത് എല്ലാം കലങ്ങി തെളിയാനുള്ള ഒരു അവസരം ദൈവമായിട്ട് കാണിച്ചു തന്നതാണ്, ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക തന്നെ വേണം എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ നാളെ എന്തായാലും പോകാം അമ്മേ, പോയിട്ട് അവിടെ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഈശ്വര ഇതെല്ലാം കലങ്ങി തെളിയണേ എന്നും പറഞ്ഞിട്ട് ശാരദാമ്മ പ്രാർത്ഥിച്ചിരിക്കുന്നു. ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലാണ് ഇങ്ങനെ വീണ്ടും വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ പോകുന്നതും അവിടെ വെച്ച് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ അടുത്ത എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.